ഇതാണ് പോർട്ട് ബ്ലെയറിലുള്ള ആൻഡമാൻ നിക്കോബാർ എംപോറിയം അഥവാ സാഗരിക എംപോറിയം. ഇത് നിങ്ങൾക്ക് അവിടെയുള്ള ഏതെങ്കിലും ഒരു ഓട്ടോയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കും. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഖാദിയുടെ എംപോറിയം. ഈ 2 എംപോറിയംസ് നമുക്ക് കണ്ട് നോക്കാം. ഞാനിവിടെ എത്തിയിട്ട് ഇവിടെ പല പോർട്ട് ബ്ലെയറിലൂടെ നടക്കുന്ന സമയത്ത് സ്ട്രീറ്റുകളിലൊക്കെ ധാരാളം ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന, കോറൽസും ഷെൽസും ഒക്കെ വിൽക്കുന്ന ധാരാളം കടകൾ കണ്ടു. പക്ഷേ ഇവിടെ നിന്ന് വാങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഒരുപാട് പേര് അഡ്വൈസ് ചെയ്തിരുന്നു. അത് ശരിയാണെന്ന് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇത് ഇവിടുത്തെ പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ആയിട്ടുള്ള ചില സാധനങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ പുറമേ നിന്ന് നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ ചില കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അത് ചിലപ്പോൾ എയർപോർട്ട് സെക്യൂരിറ്റി എങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. ഇത് നമുക്ക് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ഇതിൻ്റെ ഈ ഷേപ്പ് ഇങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നോ അതിൻ്റെ കൈയും കാലും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടാവണമെന്നൊന്നും ഒരു നിർബന്ധമില്ലല്ലോ. പക്ഷേ അങ്ങനെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. അതുകൊണ്ട് ഇറ്റ്സ് ഓൾവേസ് അഡ്വൈസ് ടു ബൈ ഫ്രം സച്ച് പ്ലേസസ്. സാഗരികയെന്നോ അല്ലെങ്കിൽ ഖാദിൻ്റെയോ ഒക്കെ എംപോറിയിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ നോർമലായിട്ടുള്ള കുറേ ഇവിടുത്തെ മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ തേങ്ങ ധാരാളം ഉള്ളൊരു സ്ഥലമാണ് ഈ ആൻഡമാൻ നിക്കോബാർ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആ ടൈപ്പ് ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട്. പിന്നെ നോർമലായിട്ടുള്ള ചില സൊവിനിയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഭയങ്കര വിയേർഡായിട്ട് തോന്നി, അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയ ഒന്നെന്ന് വെച്ചാൽ അവിടുത്തെ നിങ്ങൾ എവിടെ പോയാലും അതിൻ്റെ ഒരു സൊവിനിയേഴ്സിനകത്ത് കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഗ്ലാസ് ബോട്ടിലിനകത്ത് ഇവിടുത്തെ മണലിട്ടിട്ടുള്ളൊരു സാധനം. അത് ഇവിടെ ഏത് കടയിലൊക്കെ പോയാലും നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അങ്ങനത്തെ സംഭവങ്ങൾ ഒരു സൊവിനിയറായിട്ട് എടുത്തുകൊണ്ട് പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയതാണ്. പിന്നെ ഈ ഷെൽസും കോറൽസും ശംഖും വെച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ. ഇപ്പോൾ ഈ കാണുന്ന ജ്വല്ലറിയിലെല്ലാം റെസിനകത്ത് ഇവിടുത്തെ സാൻഡും സിൽറ്റുമാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. പിന്നെ നോർമൽ എല്ലാ ഇവിടത്തും കിട്ടുന്ന പോലത്തെ സാധനങ്ങളുണ്ട്. ഇത് പലതും ഇവിടെ തന്നെ ആളുകൾ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്ത ഷെൽസ് ചെറുതായിട്ട് കളർ ചെയ്യുക, ചെറുതായിട്ട് മോഡിഫൈ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇവിടെ അധികം ഉള്ളത്. അത്യാവശ്യം ഫെയർ പ്രൈസ്ഡ് ആണിത്. പക്ഷേ ഇതിലും ചീപ്പായിട്ട് ഞാൻ കണ്ടത് ഇതേപോലൊരു സാഗരിക എംപോറിയം രാധാനഗർ ബീച്ചിലുണ്ട്. രാധാനഗർ ബീച്ചിലുള്ളത് ഭയങ്കര ചീപ്പാണ്, പക്ഷേ ക്വാളിറ്റിയും അതുപോലെ കുറവാണ്. ഇവിടുത്തത് എന്നോട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്ര ഓപ്ഷൻസോ സെലക്ഷൻസോ ഒന്നുമില്ല. ആകപ്പാടെ കുറച്ച് ശംഖും സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ കണ്ടില്ല, ക്ലാമിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ, എന്ത് വലിയ സാധനം അറിയോ. ഞാൻ അങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് വന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ പിന്നെ ഈ പൂജയ്ക്കും മറ്റും ഉപയോഗിക്കുന്ന ടൈപ്പ് ശംഖുകൾ ധാരാളം ഉണ്ട്. വലംപിരി ശംഖ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇവിടെ കണ്ടു. ഇത് ഈ വുഡൻ ആർട്ട് വർക്കിനൊക്കെ എല്ലാത്തിനും അത്യാവശ്യം പ്രൈസ് ഉണ്ട്. ലൈക്ക് ഓഫ് കോഴ്സ് അതിനത്ര പ്രൈസ് വരണമല്ലോ. അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഈ ശംഖുകളുടെ ഒരുപാട് വെറൈറ്റികളുണ്ട്. നല്ല രസമുള്ള പല ടൈപ്പ്, നല്ല വെയിറ്റുള്ള അത്യാവശ്യം നല്ല സാധനങ്ങളുണ്ട്. അതുപോലെ ഈ പവിഴമുള്ള മുത്തുള്ള ആ ഷെല്ലോട് കൂടിയുള്ള സാധനങ്ങൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ കണ്ടു. ഇവരുടെ അടുത്ത് നല്ലൊരു കളക്ഷൻ ഉണ്ട് സാഗരിക എംപോറിയത്തിൽ. അതേപോലെ തന്നെ ഈ സാഗരികയുടെ നേരെ ഓപ്പോസിറ്റ് ഖാദിയുടെ ഒരു എംപോറിയം ഉണ്ട്. അവിടെയും നല്ല കളക്ഷൻസ് ഉണ്ട്. സിമിലർ ആയിട്ടുള്ള നല്ല കളക്ഷൻസ് അവിടെ ഇവിടെയുണ്ട്. ഈ ഷെൽസൊക്കെ പിന്നെ അതുപോലെ തന്നെ വീർ സവർക്കറിൻ്റെ കുറേ സംഭവങ്ങൾ, പിന്നെ അങ്ങനത്തെ കുറേ ബുക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ചേച്ചീനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവരെനിക്ക് ഓരോ ശംഖ് ഏതാണെന്നൊക്കെ കാണിച്ചു തന്നു, പറഞ്ഞു തരികയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവർ പറഞ്ഞു ഈ ശംഖ് ഊതാൻ പറ്റും, അതിനകത്ത് മറ്റേ സൗണ്ട് വരുന്ന ശംഖാണെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ കാണിച്ചു. അതിന് 3500 ഇങ്ങനെ വിലയുണ്ട്. അതങ്ങ് ഊതിയപ്പോൾ ഇത് ഈ യുദ്ധ കാഹളത്തിനൊക്കെ ഉപയോഗിക്കുന്ന ശംഖാണെന്ന് മനസ്സിലായി. ആ സാധനത്തിൻ്റെ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാണെങ്കിൽ അത് ഭയങ്കര ഗംഭീരമാണ്. ഞാൻ അങ്ങനത്തെ ഒരു ശംഖ് വാങ്ങിച്ചാണ് പോകുന്നത്. ഇതുപോലത്തെ ഒരു സാധനം ഞാൻ മേടിച്ചായിരുന്നു. ഇതും അത്യാവശ്യം ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല, ഇത് വളരെ ചീപ്പാണ്. ഒരു വെറൈറ്റി സാധനം, അതായത് നമുക്ക് ആൻഡമാൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തു വയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. വാങ്ങുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് കേട്ടോ. സാഗരിക എംപോറിയത്തിൽ നിന്ന് തന്നെ മേടിക്കുന്നതാണ് നല്ലത്. ഇതിനൊക്കെ 200 രൂപയൊക്കെ ഉള്ളൂ. ഈ ഇത്രയും വലിയ ശംഖിനൊക്കെ 200 രൂപ ആ റേഞ്ചൊക്കെ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് വയ്ക്കുന്ന ഇതുമൊക്കെ അതിൻ്റെയൊക്കെ പേരെന്താണെന്നും അതിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ അവർ പറയും. ഇതിൽ പലതും സൗണ്ട് വരുന്നതുമുണ്ട്, ചിലത് സൗണ്ട് വരാത്തതുമുണ്ട്. ഇപ്പോൾ ചേച്ചി അത് ഊതി കാണിച്ചു തരും. വേറൊരു ഈ അഭിഷേകത്തിന് ഉപയോഗിക്കുന്ന വലംപിരി ശംഖ് എങ്ങാനാണെന്ന് പറഞ്ഞു. അതിന് 3500 രൂപ എങ്ങനെ വിലയുണ്ട്. ഇതിൻ്റെ ഒരു ക്വാളിറ്റി കുറഞ്ഞ സാധനമൊക്കെ ഞാൻ മേടിക്കുകയും ചെയ്തിരുന്നു. അവർ ഊതി കാണിച്ചു, എൻ്റെ അടുത്തുണ്ട്. ഭയങ്കര അടിപൊളി സൗണ്ടാണ് അതിൻ്റെ. മൈ ഗോഡ്, അത്തരത്തിലുള്ള ശംഖുകളുടെ ഒരു വലിയ കളക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും.
അതിന് 3500 രൂപ എങ്ങനെയാണെന്ന് അവർ പറഞ്ഞത്. പക്ഷേ അത് വളരെ ഫെയർ പ്രൈസ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല വെയിറ്റ് ഉണ്ട് അതിന്. അത്യാവശ്യം സാധനങ്ങൾക്കൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. വളരെ ഫെയർ പ്രൈസ്ഡ് ആയിട്ടാണ് എനിക്കിവിടെ സാഗരികയിലൊക്കെ തോന്നിയത്. അതുപോലെ കുറേ ആർട്ട് വർക്ക്, അതിൻ്റെ മേലെ കുറേ വർക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട്. അപ്പം ആൻഡമാനിലെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു പേർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മൾ മറ്റ് പല സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് അവിടെ അതിൻ്റെതായ സ്പെഷ്യാലിറ്റി ഉണ്ടാവുമല്ലോ. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ്. ആ കടലിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഖാദിയുടെ എംപോറിയം, ഇത് സാഗരികയുടെ എംപോറിയം. അങ്ങനെ ഓപ്പോസിറ്റായിട്ട് 2 എംപോറിയംസ് ഉണ്ട്. രണ്ടും അത്യാവശ്യം നല്ല ഫെയർ പ്രൈസ്ഡ് ആണ്. എല്ലാം ഗവൺമെൻറ് ഇതായതുകൊണ്ട് അതിൻ്റെതായൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്വാളിറ്റിയും അതുപോലെ തന്നെ ഒരു ഓതൻറ്റിസിറ്റിയും എല്ലാം ഉണ്ട്. ഈ സാഗരിക എന്ന പേരിൽ പല സ്ഥലങ്ങളിലും പല കടകളും കാണും. അതിലൊന്നും കയറരുത്. ഇപ്പം നിങ്ങൾ ആ ഫസ്റ്റ് വിഷ്വലിൽ കണ്ട അതാണ് അതിൻ്റെ കറക്റ്റ് സ്പോട്ട്, അവിടെ തന്നെ വരണം. കാരണം ഈ സാഗരിക വേറെ ഏതെങ്കിലും എംപോറിയത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത്ര കളക്ഷനും ഇല്ല, പ്രൈസും നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഈ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ചീപ്പായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ രാധാനഗറിലെ ബീച്ചിലുള്ള അവിടുത്തെ എംപോറിയത്തിൽ വളരെ ചീപ്പാണ്, പക്ഷേ സബ്സ്റ്റാൻഡേർഡുമാണ്. ലൈക്ക് ഈ ഒരു ക്വാളിറ്റി അവിടെ ഇല്ല, ഇത്രയും ഓപ്ഷൻസും ഇല്ല, ക്വാളിറ്റിയും കുറവാണ്. അത്രയേ ഉള്ളൂ സാഗരിക എംപോറിയം. നിങ്ങൾ പോർട്ട് ബ്ലെയറിലാകുമ്പോഴാണ് ഈ പർച്ചേസൊക്കെ ചെയ്യാൻ ഏറ്റവും നല്ലത്. അവിടെ തന്നെ അതൊക്കെ ചെയ്ത് വയ്ക്കുക. വാങ്ങുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നല്ല സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്.